ട്രംപ് കയ്യിലും കാലിലും ചങ്ങലയിട്ട് അനധികൃതമായി കുടിയേറി പാർത്ത ഇന്ത്യക്കാരെ അമേരിക്കയുടെ സ്വന്തം ചിലവിൽ അവരുടെ സൈനിക വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ ഇവിടെ അമേരിക്ക ഇന്ത്യയോട് കാണിച്ചത് കൊടും ക്രൂരത. ഇന്ത്യക്കാരോട് മനുഷ്യാവകാശ ലംഘനം നടത്താൻ അമേരിക്കയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള നിലവിളി ശബ്ദങ്ങളാണ് ഉയർന്നത്. പക്ഷെ ഇപ്പോൾ മനോരമയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത അതാരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല, ട്രംപിനെതിരെ നിലവിളിച്ചവർ മുങ്ങിയിരിക്കുകയാണ്, കണ്ട വഴി ഓടിയെന്നാണ് പച്ചമലയാളത്തിൽ പറയണമെങ്കിൽ. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: പരിശോധന കടുപ്പിച്ച് UAE, 6000 പേർ അറസ്റ്റിൽ, പിടിക്കപ്പെട്ടവർക്ക് പിഴയും ആജീവനാന്ത വിലക്കും. അതായത് UAEയിൽ അനധികൃതമായി കുടിയേറി പാർത്ത 6000 പേരാണ് അറസ്റ്റിലായത്. അവർക്ക് ജയിൽവാസം, പിഴ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് സ്വന്തം ചിലവിൽ നിങ്ങൾ തിരിച്ചു പോകണം. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ജീവിതത്തിൽ ഒരിക്കലും വരാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങൾ പറയുന്നത് ഒരേ കാര്യങ്ങൾ, പക്ഷേ മോദിയും ട്രംപും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് അമേരിക്ക ഇത് ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള നിലവിളി, UAE ചെയ്യുമ്പോൾ പ്രശ്നങ്ങളില്ല. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇത് രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യക്കാരുടെ പൊതുവിലുള്ള കാഴ്ചപ്പാടിൻ്റെയും ഒരു പ്രശ്നമാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ കേരളീയർ ഒരുപാട് കുടിയേറിയിരുന്നു. അത് അനധികൃതമായിട്ട് ആയിരുന്നു പലതും. അതിൻ്റെ ഫലമായിട്ട് അവരിൽ പലരും, അവരുടെ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് അവിടുത്തെ ജയിലുകളിൽ നരകയാതന അനുഭവിച്ച് തീർന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കഥകൾ പുസ്തക രൂപത്തിലും ലേഖന രൂപത്തിലുമൊക്കെ ഒരുപാട് മലയാളികൾ വായിച്ചു. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു. നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. നമ്മളവിടെ ചെന്നുവിട്ട് അനധികൃതരായി മാറിക്കഴിഞ്ഞാൽ ശരിക്കും ചിലപ്പോഴൊക്കെ പല സ്പോൺസർമാർ വഴി എത്തപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ ചില സമയത്തെങ്കിലും വല്ലാത്ത തരത്തിൽ ഇവരെ ഉപദ്രവിക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും അങ്ങനെ അക്കാമയില്ലാതെ ഇവർ പിടിക്കപ്പെടുകയും പിന്നീട് ജയിലിലാക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെയൊക്കെ കഥയാണല്ലോ ആടുജീവിതം പോലെയുള്ളതായിട്ടുള്ള പുസ്തകങ്ങളിൽ വന്നത്. എത്ര ഭീകരമാണ്! പക്ഷേ നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങനെയാണ് എന്ന് തീരുമാനിക്കുകയും അതിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി. എന്നാൽ അമേരിക്ക വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കുടിയേറ്റക്കാരെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ രീതി തുടരുന്നതിൻ്റെ അടിത്തറയിൽ നിന്ന് നമ്മൾ അമേരിക്കയിൽ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഒരു ക്രൂരതയുമില്ല. അവരെല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ സ്വീകരിക്കുകയും അങ്ങനെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അമേരിക്കൻ പൗരന്മാരായി മാറിത്തീരുകയും ചെയ്തു. നമുക്ക് അമേരിക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്വർഗ്ഗലോകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അമേരിക്കയ്ക്ക് എന്നും അതേപോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഈ അടുത്ത കാലങ്ങളിലായിട്ട് അമേരിക്ക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെ തന്നെ ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾ അവിടെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ വന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയും അവരതിനെതിരെ തിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അമേരിക്കനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് അമേരിക്കക്കാർക്കുണ്ടാവുകയും അതിൻ്റെ നേതൃനിരയിലേക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പുതിയ അധികാരി കടന്നു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊന്നും തന്നെയാണ് അനധികൃതരായിട്ടുള്ള എല്ലാ ആളുകളെയും പുറത്താക്കുമെന്ന്. അപ്പോൾ അനധികൃതർ എന്ന് പറഞ്ഞാൽ രേഖകളൊന്നുമില്ലാതെ അവിടെ കുടിയേറിയിരിക്കുന്ന ആൾ, ഇവരൊക്കെ പുറത്താക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന് പുറത്താക്കി. അതിനെ അങ്ങനെ കാണേണ്ടതുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിലുള്ള സൗഹൃദമാണ്. മൈ ഡിയർ ഫ്രണ്ട് എന്നാരാ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ രാജ്യത്ത് നിന്ന് എന്തിനാണ് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദ്യമാണ്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മാത്രം വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. അതില്ലെങ്കിൽ ഈ ചർച്ചയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. പിന്നെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യാവകാശ ലംഘനം തന്നെയായിട്ട് കണക്കാക്കണം. കാരണം അവർ
അവരുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിടുന്നത് തന്നെയാണെന്നല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിയമം. കുറച്ച് കഴിയുന്ന സമയത്ത് ഈ നിയമത്തിന് മാറ്റം വരും. അമേരിക്കൻ പട്ടാളം ഒരിക്കലും അവിടെ കുടിയേറിയ ആൾക്കാരെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവരുടെ വിമാനത്തിൽ കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടാവില്ല. ഇതിപ്പോൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ഈ ഗൾഫിൽ കണ്ടതുപോലെ യു.എൽ കണ്ടതുപോലെയുള്ള നിയമങ്ങൾ വരും, കർശനമായ നിയമങ്ങൾ വരും. അപ്പോൾ രേഖകളില്ലാതെ കുടിയേറിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവർ പിടിച്ച് ജയിലിലിടാനുള്ള സാധ്യത. അങ്ങനെ ജയിലിലിട്ട് നല്ല പിഴയടപ്പിച്ച് രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ പൊയ്ക്കോളൂ എന്ന് പറയുന്ന നിലയിലേക്ക് ആ നിയമം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വലിയ വ്യാമോഹങ്ങളിലാകുന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും നിലവിളികളും നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കും. അമേരിക്കയിൽ അനധികൃതരായിട്ട് ആരെങ്കിലും കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ജയിലിലടക്കപ്പെടുമെന്നും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നും കരുതുന്ന ഒരു മാനസികാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക ഫ്രെയിം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ നമ്മൾ എത്തിച്ചേരും. പിന്നെ യാതൊരു നിലവിളിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ സാധ്യത. ഒരു 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വിഷയം എന്താണോ ഇപ്പോൾ ഗൾഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള സ്ഥിതി അമേരിക്കയിലുണ്ടാകും. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരിടയ്ക്ക് കാനഡയിലേക്ക് ആളുകളെ ഇങ്ങനെ വിളിച്ച് കയറ്റുകയായിരുന്നു, ആസ്ട്രേലിയയിലേക്ക് കയറ്റുകയായിരുന്നു, ഇറ്റലിയിലേക്ക് കയറ്റുകയായിരുന്നു, ജർമ്മനിയിലേക്ക് കയറ്റുക. കുറേ കഴിയുമ്പോൾ അത് നിന്നുപോകും. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള തോന്നലിൽ എത്തിച്ചേരും. അല്ലെങ്കിൽ കുടിയേറിയ ആളുകൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഉപദ്രവങ്ങൾ അവർക്ക് പ്രശ്നമായിത്തീരും. അങ്ങനെ ഒരു സമയത്ത് അവരുടെ പൊതുനയത്തിന് മാറ്റം വരും. അമേരിക്കയിൽ അങ്ങനെ പൊതുനയത്തിന് മാറ്റം വന്നിരിക്കുന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ രൂപപ്പെടുന്ന മൈഗ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ പറ്റില്ല. അതായത് അവിടെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ച സമയത്ത് സ്പാനിയാർഡുകളാണ് ആദ്യം അമേരിക്കയിൽ കുടിയേറുകയും അവർ അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ അടിച്ചോടിക്കുകയും പിന്നീട് ബ്രിട്ടനിൽ നിന്ന് കപ്പലുകൾ വഴി ഒരുപാട് ആളുകൾ അമേരിക്കയിൽ കുടിയേറുകയൊക്കെ ചെയ്തു. അങ്ങനെ കുടിയേറി പാർത്തവരാണ് പിന്നീട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചെടുത്തത്. ഇപ്പോൾ ഡൂപോണ്ട് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി, ആ കമ്പനി ആരംഭിക്കുന്നതിനെ ബ്രിട്ടനിൽ നിന്ന് കുടിയേറി ബ്രാൻഡി റിവർ നദിക്കരയിൽ കുടിയേറിയ ഒരു കുടുംബം ആരംഭിച്ച ഒരു ബിസിനസ്സാണ്. വെറുതെ ബ്ലാക്ക് ഓക്സൈഡ് കമ്പനിയായിട്ട് അത് ആരംഭിച്ചാണ്. പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ അവരാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ വാർഷിക ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് അവരുടേതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എത്ര വലിയ കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ലോകത്ത് ഏതാണ്ട് 200-ലധികം കമ്പനികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന ഒരു സാധനം. പക്ഷെ അതെല്ലാം പഴയ കഥകളാണ്. അതിൻ്റെ പേരിൽ ഇനി പുതിയ കാലത്തും അത്തരത്തിലുള്ള മൈഗ്രേഷൻ പോസിബിളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ മനസ്സ് മാറ്റുകയും നമ്മളത് പഠിക്കുകയും നമ്മൾ അതിനോട് പാകപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടത് വലിയ ആവശ്യമാണ്. അപ്പോൾ ആ നിലവിളികളൊക്കെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രാജ്യവും അനധികൃതരായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് തന്നെ എതിരാണ്. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ കുടിയേറി വരുന്നതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ആളുകൾ കുടിയേറി വരുന്നതിനും കണക്കാക്കേണ്ടത്. അവർ രേഖകളായിട്ട് വരട്ടെ, ഇല്ലാതെ എന്തിനാണ് വരുന്നത്?